ബേൺഡ് ടോസ് തിയറിയെ പറ്റി കേട്ടിട്ടുണ്ടോ? അതിനു മുന്നേ 2024 ജനുവരി 5 പോർട്ട്ലാൻഡിൽ നിന്ന് കാലിഫോർണിയയിലേക്ക് പോകണം ഫ്ലൈറ്റ് 12:82. 16,000 അടി ചെന്നപ്പോൾ ഫ്ലൈറ്റ് പെട്ടെന്ന് ഡീപ്രഷറൈസ് ആവുകയും ഫ്ലൈറ്റിലെ ഒരു വിൻഡോൻ്റെ സെക്ഷൻ പുറത്തു പോവുകയും ചെയ്യും. കൂടെ സീറ്റും പോയി എന്നാണ് പറയണത്. ഫ്ലൈറ്റ് പെട്ടെന്ന് തന്നെ എമർജൻസി ലാൻഡ് ചെയ്തു. നോക്കിയപ്പോൾ ഇൻസ്പെക്ഷൻ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ആ 2 സീറ്റിലുണ്ടായിരുന്ന ആൾക്കാർ അന്ന് ആ ഫ്ലൈറ്റ് എടുത്തിട്ടില്ല. ആ സീറ്റ് അൺഓക്യുപ്പൈഡ് ആയിരുന്നത്. പിറ്റേ ദിവസം ആ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യേണ്ടിയിരുന്ന ആൾ അതിൻ്റെ ട്വിറ്ററിൽ പോസ്റ്റ് ഇട്ടു. ആൾ എന്തോ ഒരു കാരണം കൊണ്ട് ആ ഫ്ലൈറ്റ് ആൾക്ക് മിസ്സായി. ഇതുവരെ ഫ്ലൈറ്റ് മിസ്സാവാത്ത ആളാണ്. ആൾക്ക് അന്ന് ആ ഫ്ലൈറ്റ് മിസ്സായി. ട്രാഫിക് ആയിരിക്കാം മേ ബി. ഇതിനാണ് നമ്മൾ ബേൺഡ് ടോസ് തിയറി എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ചെറിയ നെഗറ്റീവായിട്ടുള്ള ചെറിയ കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ പോസിറ്റീവ് ഒരു ഔട്ട്കം ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ രാവിലെ എണീച്ചു, നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, എന്തോ കാരണം കൊണ്ട് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കരിഞ്ഞു പോയി. ഇതിൻ്റെ പിന്നാലെ പിടിച്ച് നിങ്ങളുടെ നേരവും പോയി, നിങ്ങൾ പോകേണ്ടിയിരുന്ന ബസ്സും പോയി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ബസ്സിന് ആക്സിഡൻറ്റ് പറ്റി. നിങ്ങൾ ആ ബസ്സിലില്ലാത്തത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അതിൻ്റെ കാരണം എന്താ? ഈ ബ്രേക്ക്ഫാസ്റ്റ് കരിഞ്ഞത് കൊണ്ടാണ് നിങ്ങളുടെ ഹെൽഡപ്പ് ആയത്. ഇങ്ങനത്തെ ചെറിയ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വലിയ പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞപ്പോൾ നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ചില ഇൻസിഡൻസ്.